ഇനി നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ് ഡിഫൈൻ ചെയ്യാം. ലിമിറ്റ്സിന്റെയും ഡെറിവേറ്റീവ്സിന്റെയും ഒക്കെ കേസിൽ ചെയ്തതുപോലെ കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെ ടേംസിലാണ് വെക്റ്റർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസും ഡിഫൈൻ ചെയ്യുന്നത്. വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്ന വെക്റ്റർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ വെക്റ്റർ ഫംഗ്ഷന്റെ ഡൊമെയിനിൽ അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് എഫും ജിയും എച്ചും ഇന്റഗ്രബിൾ ആണെങ്കിൽ വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഓഫ് ടിയുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും ഡെഫിനിറ്റ് ഇന്റഗ്രലും താഴെ പറയുന്നത് പോലെ ഡിഫൈൻ ചെയ്യുന്നു. ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് വെക്റ്റർ ആർ ഓഫ് ടി. ഇന്റഗ്രൽ ഓഫ് വെക്റ്റർ ആർ ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഐ പ്ലസ് ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് ടി ഡി ടി ജെ പ്ലസ് ഇന്റഗ്രൽ ഓഫ് എച്ച് ഓഫ് ടി ഡി ടി കെ. Then the definite integral of vector r of t over closed interval ab is defined as integral a to b vector r of t dt equal to integral a to b f of t dt I plus integral a to b g of t dt j plus integral a to b h of t dt k. Component functions in the integrals single variable functions in the integral evaluate ചെയ്യുന്ന റൂൾസ് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാം. വെക്റ്റർ ഫംഗ്ഷൻ ആറിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ മറ്റൊരു വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ക്യാപിറ്റൽ ആർ പ്ലസ് വെക്റ്റർ സി ആണ്. അവിടെ വെക്റ്റർ സി ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെക്റ്റർ ക്യാപിറ്റൽ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ആർ ഓഫ് ടി. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഇന്റഗ്രൽ വെക്റ്റർ ആർ ഓഫ് ടി ഡി ടി ഇഫ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു 6t സ്ക്വയർ ഐ പ്ലസ് 4 e raised to minus 2t j പ്ലസ് 8 cos 4t k. ഇവിടെ ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ വെക്റ്റർ ഫംഗ്ഷന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വെക്റ്റർ ആർ ഓഫ് ടിയുടെ കമ്പോണന്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ഈക്വൽ ടു 6t സ്ക്വയർ, ജി ഓഫ് ടി ഈക്വൽ ടു 4 e raised to minus 2t ആൻഡ് എച്ച് ഓഫ് ടി ഈക്വൽ ടു 8 cos 4t. ഇവയെല്ലാം ഇന്റഗ്രബിൾ ആണ്. By definition, integral of vector r of t dt equal to integral of f of t dt I plus integral of g of t dt j plus integral of h of t dt k. So which is equal to integral of 6t square dt I plus integral of 4 e raised to minus 2t dt j plus integral of 8 cos 4t dt k. 6t square ആന്റി ഡെറിവേറ്റീവ് ആണ് 6t cube divided by 3. That is 2t cube. So integral of 6t square dt equal to 2t cube plus c1. 4 e raised to minus 2t യുടെ ഒരു ആന്റി ഡെറിവേറ്റീവ് ആണ് 4 into e raised to minus 2t divided by minus 2. That is minus 2 into e raised to minus 2t. So integral of 4 e raised to minus 2t dt equal to minus 2 into e raised to minus 2t plus c2. 8 cos 4t യുടെ ഒരു ആന്റി ഡെറിവേറ്റീവ് ആണ് 8 into sin 4t divided by 4. That is 2 sin 4t. So integral of 8 cos 4t equal to 2 sin 4t plus c3. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ integral of vector r of t dt equal to 2t cube plus c1 I plus minus 2 e raised to minus 2t plus c2 j plus 2 sin 4t plus c3 k, which is equal to 2t cube I minus 2 e raised to minus 2t j plus 2 sin 4t k plus c1 I plus c2 j plus c3 k. Constant vector vector c equal to c1 I plus c2 j plus c3 k എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ integral of vector r of t dt equal to 2t cube I minus 2 e raised to minus 2t j plus 2 sin 4t k plus a constant vector c. Then next question, find a vector function vector r that satisfies the condition vector r dash of t equal to 6i plus 6tj plus 3t square k and vector r of 0 equal to I minus 2j plus k. തന്നിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള വെക്റ്റർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വെക്റ്റർ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഇവിടെ തന്നിട്ടുണ്ട്. വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 6i പ്ലസ് 6tj പ്ലസ് 3t സ്ക്വയർ കെ. സോ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു integral of vector r dash of t dt which is equal to
integral of 6i plus 6tj plus 3t square k dt by definition, which is equal to integral of 6 dt I plus integral of 6t dt j plus integral of 3t square dt k. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും 6t plus c1i plus 3t square plus c2j plus tq plus c3k. That is 6ti plus 3t square j plus t cube k plus vector c, where c is a constant vector. ആ കോൺസ്റ്റന്റ് വെക്ടർ കണ്ടുപിടിക്കുവാനുള്ള കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വെക്ടർ ആർ ഓഫ് 0 ഈക്വൽ ടു ഐ മൈനസ് 2j പ്ലസ് കെ. ഇത് യൂസ് ചെയ്താൽ 0i പ്ലസ് 0j പ്ലസ് 0k പ്ലസ് വെക്ടർ സി ഈക്വൽ ടു ഐ മൈനസ് 2j പ്ലസ് കെ എന്ന് കിട്ടും. സോ വെക്ടർ സി ഈക്വൽ ടു ഐ മൈനസ് 2j പ്ലസ് കെ. Therefore vector r of t equal to 6ti plus 3t square j plus t cube k plus I minus 2j plus k, which is equal to 6t plus 1i plus 3t square minus 2j plus t cube plus 1k. ഇനി നമുക്കൊരു വെക്റ്റർ ഫംഗ്ഷൻ ട്രേസ് ചെയ്യുന്ന കേർവിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിക്കാം. ലെങ്ത് ഓഫ് എ സ്പേസ് കേർവ് ഇഫ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു f of ti plus g of t j plus h of t k, where a less than or equal to t less than or equal to b is a smooth function, then the length of the smooth curve traced by vector r from t equal to a to t equal to b is given by s equal to integral a to b root of f dash of t square plus g dash of t square plus h dash of t square dt. ഇവിടെ ഇൻ്റഗ്രാൻ്റെ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടിയുടെ നോം അതല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി നോം ഓഫ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇതിൻ്റെ കൂടെ സ്മൂത്ത് കർവ് സി എ ആർക്ക് ലെങ്ത്തിൻ്റെ ടേംസിൽ എങ്ങനെ പാരാമീറ്ററൈസ് ചെയ്യാം എന്ന് കൂടി നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സപ്പോസ് ദാറ്റ് സി ഈസ് എ സ്മൂത്ത് കർവ് ഡിസ്ക്രൈബ്ഡ് ബൈ വെക്റ്റർ ആർ ഓഫ് ടി where a less than or equal to t less than or equal to b. Then the arc length function s is defined by s of t equal to integral a to t norm of vector r dash of u du. ഈ ഫോർമുല യൂസ് ചെയ്ത് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് കണ്ടുപിടിച്ചാൽ നമുക്ക് വേരിയബിൾ ടിയിലുള്ള ഒരു സ്കേലാർ ഫംഗ്ഷൻ എസ് കിട്ടും. എസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ യു ഓഫ് ടി. ഈ ഒരു ഫോർമുല ആയിരിക്കും അത്. ആ എക്സ്പ്രഷനിൽ നിന്നും പാരാമീറ്റർ ടിയെ ഇൻ ടേംസ് ഓഫ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് സോൾവ് ചെയ്യുന്നു. അതായത് ടി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എസ് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കുന്നു. ടി ഈക്വൽ ടു ഫൈ ഓഫ് എസ് ഈ ഒരു ഫോമിലാണ് അതെന്ന് വിചാരിക്കുക. ദെൻ കർവ് സിയുടെ പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി ആൻഡ് സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ആണെങ്കിൽ ആ കർവിൻ്റെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് എസ്, y ഈക്വൽ ടു ജി ഓഫ് ഫൈ ഓഫ് എസ് ആൻഡ് സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ഫൈ ഓഫ് എസ് ആയിരിക്കും. ഇതുപോലെയാണ് ഒരു കേർവിൻ്റെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ മെത്തേഡ് മനസ്സിലാക്കാം. കൺസിഡർ ദി ഹെലിക്സ് ഗിവൺ ബൈ ദി പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു 2 cos t, y ഈക്വൽ ടു 2 sin t, z ഈക്വൽ ടു t, where t greater than or equal to 0. Parameterize this helix in terms of its arc length. ഇവിടെ ഒരു ഹെലിക്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ കേർവിൻ്റെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ കേർവിനെ ട്രേസ് ചെയ്യുന്ന വെക്റ്റർ ഫംഗ്ഷൻ ഇതാണ്. വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos ti പ്ലസ് 2 sin t j പ്ലസ് ടി കെ, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ടി നോം ഓഫ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് യു ഡി യു. ഇവിടെ എ ഈക്വൽ ടു 0. വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 2 sin ti പ്ലസ് 2 cos t j പ്ലസ് കെ. സോ വെക്റ്റർ ആർ ഡാഷ് ഓഫ് യു ഈക്വൽ ടു മൈനസ് 2 sin u i പ്ലസ് 2 cos u j പ്ലസ് കെ. സോ നോം ഓഫ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് യു ഈക്വൽ ടു റൂട്ട് ഓഫ് 4 sin square u പ്ലസ് 4 cos square u പ്ലസ് 1. sin square u plus cos square u 1 ആയതുകൊണ്ട് which is equal to root of 4 plus 1, that is root 5. So norm of vector r dash of u equal to root 5. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. Then s of t equal to
ഇൻ്റഗ്രൽ 0 to t √5 du which is equal to √5u. യുവിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ √5 ഇൻറ്റു ടി മൈനസ് 0 എന്ന് കിട്ടും. സോ എസ് ഓഫ് ടി ഈക്വൽ ടു √5t. ഇതാണ് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ. ദെൻ എസ് ഈക്വൽ ടു √5t എന്നുള്ളതിൽ നിന്നും ടി ഈക്വൽ ടു എസ് ബൈ √5 എന്ന് കിട്ടും. ഇനി നമുക്ക് ഹെലിക്സിന്റെ വെക്ടർ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർക്ക് ലെങ്ത് എസ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടിയിൽ ടിക്ക് പകരം എസ് ബൈ √5 എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. സോ ഹെലിക്സിന്റെ ആർക്ക് ലെങ്ത്തിന്റെ ടേംസിലുള്ള വെക്ടർ ഇക്വേഷൻ വെക്ടർ ആർ ഓഫ് എസ് ഈക്വൽ ടു 2 cos s by √5i പ്ലസ് 2 sin s by √5j പ്ലസ് s by √5k. ദെൻ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് കർവിന്റെ ആർക്ക് ലെങ്ത്തിന്റെ ടേംസിലുള്ള പാരാമീറ്ററൈസേഷൻ. സോ ഹെലിക്സിന്റെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഇതാണ്. എഫ് ഓഫ് എസ് ഈക്വൽ ടു 2 cos s by √5, g of s ഈക്വൽ ടു 2 sin s by √5 ആൻഡ് h of s ഈക്വൽ ടു s by √5. ഇത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.